ഇന്നൽ ഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നശ് ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് പല പരീക്ഷണങ്ങൾ രോഗങ്ങളായും മറ്റു പല രീതിയിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളിലുള്ള പല ആളുകളും. അത്തരത്തിലുള്ള പല സൂക്കേടുകൾക്കും മരുന്ന് ചികിത്സിക്കാനുള്ള ഡോക്ടർമാരും ഈ സമൂഹത്തിൽ റെഡിയാണെങ്കിലും ഇന്ന് പലർക്കും മരുന്ന് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു പരീക്ഷണമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാവുക. അവന്റെ പല പ്രയാസങ്ങൾക്കും കാരണമാകുന്ന, മാനസിക തകർച്ചക്കും കാരണമാകുന്ന വസ്വാസ് ഉണ്ടാവുക എന്നുള്ളത്. പലരുടെയും ജീവിതത്തിൽ ആ വസ്വാസ് പലരെയും ഏറെ പ്രയാസപ്പെടുത്താറുണ്ട്. എല്ലാ കാര്യത്തിലും, അത് ഇബാദത്തിന്റെ വിഷയത്തിലാണെങ്കിലും വിശ്വാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും കർമ്മങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എന്തോ ഒരു വസ്വാസ്, ഒരു മനസ്സിന്റെ നേർവായ അതല്ലെങ്കിൽ നേരായ ഒരു ചിന്ത കിട്ടാത്തൊരവസ്ഥ. യഥാർത്ഥത്തിൽ എന്താണ് വസ്വാസ് എന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി കൊടുത്ത ഒരു വചനം, പിശാച് ചിന്തകളാൽ മനുഷ്യന്റെ ഹൃദയത്തിൽ കയറുകയും എന്നിട്ട് അവൻ ഇടപെടുന്ന പല കാര്യത്തിലും സംശയത്തിലും ഭയത്തിലും ദുർബലതയിലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്
വസ്വാസ് എന്നതിനെ കൊണ്ട് ഇസ്ലാമിക ലോകത്ത് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ആ വസ്വാസ് ഒരാളുടെ മനസ്സിൽ അനുഭവപ്പെടുക? ഉദാഹരണമായി വിശ്വാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെയുള്ള ചില മനസ്സുള്ള ആളുകൾക്ക് തോന്നും, അള്ളാഹു ഉണ്ടോ? അള്ളാഹുവിന്റെ ശരീരം എങ്ങനെയായിരിക്കും? അള്ളാഹുവിന്റെ മുഖം എങ്ങനെയായിരിക്കും? ഏഴാനാകാശത്തുള്ള റബ്ബ് തഹജ്ജുദിന്റെ സമയത്ത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വാഹനത്തിലാണോ അല്ലെങ്കിൽ ഊളിയിട്ടിട്ടാണോ? ഇങ്ങനെയൊക്കെയുള്ള അമിതമായ ഒരു ചിന്ത, ഒരു ആശയക്കുഴപ്പം വിശ്വാസത്തിന്റെ കാര്യത്തിൽ ചിലരുടെ മനസ്സിലുണ്ടാകും. ഇതൊരിക്കലും ഈമാനിന്റെ കുറവല്ല, മറിച്ച് അവന്റെ ഈമാനിനെ തൊട്ട് റബ്ബ് പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണമാണത്. ഒരിക്കലും റബ്ബിനെ പറ്റി നിങ്ങൾ കൂടുതൽ അള്ളാഹുവിന്റെ രൂപത്തെ പറ്റി ചിന്തിക്കരുത്. അത് നിങ്ങളെ കുഫ്രിയത്തിലേക്ക് എത്തിക്കും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത പറഞ്ഞതുപോലെ, മൂസ ഞങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാനുള്ള ഒരു ദൈവം വേണം എന്ന് പറയപ്പെടുന്ന ഒരവസരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയേക്കാം. അങ്ങനെ കൊണ്ടുപോകുന്നതിലേക്ക് പിശാച് നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ദുഷ്ചിന്തയാണ് വസ്വാസ്. ഇനി മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തിന്റെ വിഷയത്തിലായിരിക്കും. ഒതു എടുക്കുമ്പോ ഒതു ശരിയായോ? ഞാൻ ആ തല തടവിയത് ക്ലിയറായോ? ഞാൻ ആ മൂക്കിൽ വെള്ളം കയറ്റി ചിറ്റിയത് ഓക്കെ ആണോ? ഇനി അഥവാ ആ ഒതു നിർവഹിച്ചു വന്നു നിൽക്കുമ്പോ മറ്റു ചില ആളുകൾക്ക് തോന്നും, ഒതു മുറിഞ്ഞോ? എന്റെ ശരീരത്തിൽ നിന്നും ഞാൻ അറിയാതെ കീവായു പോയോ? മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന് വന്നു നിൽക്കുമ്പോ അള്ളാഹുവിന്റെ നേരെ കയ്യേർത്തിയിട്ട് അള്ളാഹു അക്ബർ എന്ന് നെഞ്ചത്ത് കൈകെട്ടാൻ നിൽക്കുന്ന സമയത്ത് ആദ്യമൊന്ന് കയ്യേർത്തും, ശരിയായില്ല. വീണ്ടും ഒന്നും കൊടുത്ത് അടുപ്പിച്ചു പിടിക്കും, ശരിയായില്ല. ഇങ്ങനെ കയ്യുകെട്ടുന്ന വിഷയത്തിൽ പോലും ഒരു വല്ലാത്ത വസ്വാസ്. ഒന്നുമെടുത്ത് കയറി വരുമ്പോ ഏതെങ്കിലും ഒരാളെ ഒന്ന് സ്പർശിച്ചു പോയാൽ, അതാണാവട്ടെ പെണ്ണാവട്ടെ, ഒന്ന് മുറിഞ്ഞോ? ഞാനിനിപ്പോ പോയി എടുക്കണോ? കയ്യെട്ടിക്കഴിഞ്ഞാൽ ഒന്നും ശരിയായില്ലേ? ഇങ്ങനെ വല്ലാത്തൊരാശങ്ക. തയമ്മം ചെയ്യാൻ നേരത്ത് ശുദ്ധമായ മണ്ണ് വേണം, അവിടുന്ന് എടുക്കാന്ന് പറഞ്ഞപ്പോ പറയും, അതിലെ നായ പോയിട്ടുണ്ടാകും. ശരി, അവിടുന്ന് എടുക്കാം, അതിലെ പോത്തു പോയിട്ടുണ്ടാകും. ഏത് കാര്യത്തിലും വല്ലാത്തൊരാശങ്ക, ആശയക്കുഴപ്പം, ഇത്തരത്തിലുള്ള വസ്വാസും പിശാച് മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നു. ഇനി മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം റബ്ബിന്റെ കാരുണ്യത്തിൽ, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? ഇങ്ങനെ പടച്ചോനെ ഭയപ്പെട്ട് ജീവിക്കാത്തവരൊക്കെ എത്ര മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട്. അള്ളാനെ ഭയപ്പെട്ട് ഞാനൊരു കച്ചവടം തുടങ്ങി, 1-ാം മാസം അത് പൂട്ടിപ്പോയി. എന്നാ പടച്ചോനെ ഭയപ്പെടാതെ കാണാൻ പറ്റുന്ന ശരീരത്തിൽ വസ്ത്രം ധരിക്കാത്ത പെണ്ണിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തിച്ചിട്ട് ആ സ്ഥാപനമതാ 1 10 10 100 ഇങ്ങനെയുള്ളൊരു കാര്യത്തിന്റെ ആശങ്ക. പരലോകമുണ്ടോ? കബർ കുണ്ടച്ച വേറൊരു ലോകമുണ്ടോ? അള്ള പറഞ്ഞ മാതിരി ഒരു നരകമുണ്ടോ? അവിടെ പടച്ചോൻ പറഞ്ഞ മാതിരി ഒരു രക്തത്തിന്റെ പുഴയുണ്ടോ? അതല്ലെങ്കിൽ പടച്ചോൻ തീയിലിടുന്നു പറഞ്ഞ മാതിരി അവിടെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇങ്ങനെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാനും അവനെ ഒരു വലിയ കാഫിർ വർഗത്തിലേക്ക് കൊണ്ടുപോകാനും പിശാചുണ്ടാക്കിയെടുക്കുന്നതാണ് വസ്വാസ്. അവനതിന് കഴിയുമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പഠിപ്പിച്ചു. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു തോന്നൽ പിശാചുണ്ടാക്കും. കാട് കടന്ന് ചിന്തയിലേക്ക് ശൈത്താൻ അവനെ കൊണ്ടുപോകും. ഇത് ഈ ഒരു ഇബാദത്തിന്റെയോ വിശ്വാസത്തിന്റെയോ വിഷയത്തിൽ മാത്രമല്ല. അനുഭവിക്കുന്ന പരീക്ഷണം, അനുഭവിക്കുന്ന സുക്കേടുകൾ, എന്തിനേറെ ഇക്കഴിഞ്ഞ മാസം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. 8-ാം മാസത്തിൽ ഗർഭം ധരിച്ച പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പെൺകുട്ടി എഴുതി വെക്കുന്നത്, ഞാൻ എന്റെ ഗർഭത്തെ ശിശുവിനെ പറ്റി ആലോചിച്ചു,
എന്റെ കുടുംബത്തിൽ കുടുംബത്തിൽ അംഗവൈകല്യമുള്ളവരുള്ളത് കൊണ്ട് ഒരുപക്ഷെ പാരമ്പര്യമായിട്ട് എന്റെ കുഞ്ഞിന് അംഗവൈകല്യം കിട്ടുമോ എന്നുള്ള പേടി കൊണ്ട് എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെന്തോ അസുഖം ബാധിക്കും എന്ന വസ്വാസിന്റെ ചിന്ത മൂർത്തീകരിച്ച് പിന്നീട് അത് മെന്റൽ ഡിപ്രഷനായി ആത്മഹത്യയിലേക്ക് വരെ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു. ഇത് പല വിഷയത്തിലും നമ്മൾ ഈ പലരും അനുഭവിക്കുന്നുണ്ട്. കാട് കടന്ന ചിന്ത, റബ്ബ് നിശ്ചയിച്ചതിൻ്റെക്കാൾ അപ്പുറത്തേക്ക് ചിന്തിച്ചു കൂട്ടി പലതും വേണ്ടെന്ന് വെക്കുന്നവരുണ്ട്, പലരും ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവരുണ്ട്. അതിനർത്ഥം ഇതൊക്കെ ഈമാനിന്റെ കുറവ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അവന്റെ ജീവിതത്തിൽ ഈമാനിന്റെ അടയാളമാണ് റബ്ബിന്റെ സിഫത്തുകളെ പറ്റി ചിന്തിക്കുക എന്നുള്ളത്. പക്ഷെ ആ ചിന്തിക്കുന്ന വിശ്വാസം പിശാച് ഭയപ്പെടുത്തി അവന്റെ വഴിക്ക് കൊണ്ടുപോകുന്നിടത്തെത്തുമ്പോ അവന്റെ ചിന്തകൾ അവന് നാശമായി തീരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയത്തെപ്പറ്റി ചിന്തിക്കുന്ന സമയത്തും നിങ്ങൾ അതിനെപ്പറ്റി കൂടുതലായി ചിന്തിക്കുമ്പോ മതം നിരാകരിക്കാൻ നിങ്ങളെ ആ ചിന്ത പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഉദാഹരണമായി, ഒതു എടുക്കുന്ന വ്യക്തി വന്നു, നമസ്കാരത്തിന് നിന്നു, അവന്റെ കീഴ്വായി വിട്ടൊതു മുറിഞ്ഞു, ഉടനെ റബ്ബിന്റെ കൽപ്പന ആ മനുഷ്യൻ വീണ്ടും ഒന്നുപോയി എടുക്കണം. ഈ ആർത്തി പിടിച്ച കൂടുതൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ചിന്തിക്കും, എന്തിനാ പിന്നെ ഒന്ന് കയ്യേകാൻ പോണ്, പിന്നെന്തിനാ ഞാനൊന്ന് മുഖം കഴുകുന്നത്, കീഴ്വായു പോയ ഭാഗമോ മൂത്രമൊഴിച്ച ഭാഗമോ കഴുകിയാ പോരെ എന്ന് ചിന്തിക്കുന്നൊരു ചിന്തയിലേക്ക് പിശാചവനെ കൊണ്ടുപോകുകയും പിന്നീട് അവനെ വലിയൊരു മുർത്തദ്ദായി, മതനിഷേധിയായി, നിരീശ്വരവാദിയായി അവനെ നമുക്ക് ഈ സമൂഹത്തിൽ കാണാനും സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ഓർമ്മപ്പെടുത്തി, പിശാച് നിങ്ങളെ എടുത്തു വരും. ഏതൊരാളെടുത്ത് ചെല്ലാനും പിശാചിന് പടച്ചോൻ അവകാശം കൊടുത്തിട്ടുണ്ട്. നിസ്കരിക്കുന്നവന്റെ അടുത്ത് ശൈത്താൻ വരൂലെന്നില്ല, നോമ്പ് നോൽക്കുന്നവന്റെ അടുത്ത് ശൈത്താൻ വരൂലെന്നില്ല. തീർച്ചയായും എത്ര റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തും നിങ്ങളുടെ അടുത്തേക്ക് ശൈത്താൻ വരും. ഫയഖൂലു, എന്നിട്ടവൻ നിങ്ങളോട് പറയും, മൻ ഖലഖ കദ, ഇതാരാ സൃഷ്ടിച്ചത്? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആകാശത്തേക്ക് നോക്ക്, പർവ്വതങ്ങൾ നോക്ക്, അതല്ലെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി നോക്ക്. മൻ ഖലഖ കദ, ഇങ്ങനെ നോക്ക് നോക്ക് എന്ന് പറഞ്ഞതിന് ശേഷം ഹത്താ യഖൂലു, ആ ശൈത്താൻ മനസ്സ് ചിന്തിപ്പിക്കും, മൻ ഖലഖ റബ്ബുക, നിന്റെ റബ്ബിനെ അപ്പൊ സൃഷ്ടിച്ചതായിരിക്കും. ഈ ആളുകൾ പറയുന്നത് പോലെ, മതവിശ്വാസികളൊക്കെ പറയുന്നത് പോലെ, ഈ പ്രപഞ്ചത്തിനൊരു ദൈവമുണ്ടോ? അള്ള സൃഷ്ടിച്ചതാണോ ഇതൊക്കെ? ആ അള്ളാഹു അങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും? എന്താ റബ്ബൊന്ന് മനുഷ്യന്റെ മുൻപിലേക്ക് വരാത്തത്? കാണാനുള്ള ഒരു കോലത്തിൽ പടച്ചോൻ ഉണ്ടായിരുന്നേ, എല്ലാ പള്ളിയിലും നമുക്ക് പടച്ചോന്റെ ഒരു ഫോട്ടോ വെച്ചുകൂടായിരുന്നോ എന്നൊക്കെ പിശാചങ്ങനെ നിങ്ങളെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഫഇദാ ബലഗ ദാലിക, അങ്ങനെയൊരു ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ശൈത്താന് സാധിക്കുമ്പോ ഫൽയസ്തഇദ് ബില്ലാഹ് വൽയൻതഹി, നിങ്ങൾ ഉടനെ ആ പിശാചിൽ നിന്നും അഭയം തേടുകയും ആ ചിന്തയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. കാരണം ആ ചിന്ത മനുഷ്യനെ കുഫറിലേക്ക് എത്തിക്കും, അവന്റെ ജീവിതം അസ്വസ്ഥമാക്കും, അവൻ മതത്തെ വെറുക്കും, അവൻ ജീവിതത്തിലേക്ക് ആർഭാടത്തിന്റെയും ജീവിതത്തിന്റെ ആസ്വാദനത്തിന്റെ ലോകത്തേക്കും അവൻ പോകും. ഉറപ്പാണല്ലോ. ദൈവത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും ചിന്തിച്ചിട്ട് അറ്റം കിട്ടാത്തവർ ഇന്നും മതത്തിന്റെ ആ എതിരാളികളായി ജീവിതം ആസ്വദിച്ച് തീർക്കാനുള്ളതാണ് എന്ന വാദത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ അനാവശ്യ ചിന്ത വരലല്ല കുറ്റം. ആ ചിന്തകളിൽ കടിച്ചു തൂങ്ങി ദൈവമതത്തിൽ നിന്നും മാറി നിൽക്കണം എന്നാഗ്രഹിക്കുന്നവർ തീർച്ചയായും പിശാചിന്റെ വകുപ്പിൽ പെട്ടുപോയവരാ. അങ്ങനെ ഒരു ചിന്ത വന്നുപോയവർക്ക് പോലും റബ്ബിന്റെ അടുത്ത് കുറ്റമില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ ഒരായത്തിന്റെ അവസാനം ഇങ്ങനെയാ, വയബ്ഖാ വജ്ഹു റബ്ബിക, ലോകമെല്ലാം നശിക്കും, ഭൂമിക്ക് മേലെയുള്ളതെല്ലാം നശിക്കും, വയബ്ഖാ വജ്ഹു റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ മുഖം മാത്രം അന്ന് ബാക്കിയായിരിക്കും. അത് കേട്ട സമയത്ത് ചിലർ ചോദിച്ചു, ആ മുഖം മാത്രം ഭൂമിന്റെ മേലുണ്ടാകുകയാണോ ചെയ്യുക? ആ മുഖം മാത്രം ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുകയാണോ ചെയ്യുക? എന്നൊക്കെയുള്ള ചില കുനിഷ്ഠ ചോദ്യങ്ങൾ മതവിരോധികളും നിഷേധികളും ചോദിച്ചപ്പോ അല്ലാഹു തആല ലോകത്തിന്റെ തിരുദൂതനിലൂടെ ഓർമ്മപ്പെടുത്തി തന്നു. ഖാല, അല്ലാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ
തജാവസ ലി ഉമ്മത്തി, തീർച്ചയായും എന്റെ ഉമ്മത്തിൽ ഞാൻ ചിലർക്ക് മാപ്പ് കൊടുക്കും. അമ്മ ഹദ്ദസത് ബിഹി ലി അൻഫുസിഹ, അവരുടെ മനസ്സിൽ അവർ ചിന്തിച്ചതിന്റെ പേരിൽ ഞാൻ അവരെ ശിക്ഷിക്കുകയില്ല. ഏത് കാര്യം? റബ്ബിന്റെ വജ്ഹ്, സ്വർഗം നിങ്ങൾ ഊഹിക്കരുതെന്നും നിങ്ങളെ ഊഹത്തിനത് കണ്ടെത്താൻ സാധിക്കുകയില്ലെന്നും ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. നരകം നിങ്ങൾ ഓർക്കരുതെന്നും ഓർത്താൽ നിങ്ങൾക്കത് മനസ്സിൽ കിട്ടില്ലെന്നും അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയെങ്കിൽ ഇടക്കിടക്കതൊന്ന് ഓർത്തുപോയി എന്നതിനെ കൊണ്ട് ഒരിക്കലും അള്ളാഹു നിങ്ങളെ കുറ്റക്കാരനാക്കുകയില്ല. നിങ്ങൾക്ക് മാപ്പ് തരും. മാലം തതകല്ലം, നിങ്ങളത് മറ്റൊരാളോട് സംസാരിച്ച് അയാളെയും കൂടി ഫസാദിലാക്കിയിട്ടില്ലെങ്കിൽ, അഥവാ ഇന്ന് ചിലർ ചെയ്യുന്നത് പോലെ മനസ്സു തോന്നിയ കാര്യം വേറൊരുത്തനോട് ചോദിച്ച് എനിക്കറിയോ അള്ള എങ്ങനെയാണ്, എനിക്കുറപ്പുണ്ടോ പരലോകമുണ്ടോന്ന്, എനിക്കുറപ്പുണ്ടോ ഖബറിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുന്നില്ല എങ്കിൽ, ഔ തഅമൽ ബിഹി, അതുമായിട്ട് ജനങ്ങൾക്കിടയിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങാത്തവനാണെങ്കിൽ തീർച്ചയായും അത്തരക്കാർക്ക് ഞാൻ പുറത്തു കൊടുക്കുമെന്നും മാപ്പുണ്ടാകുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി തന്നു. ഇത് പല കാര്യത്തിലും വസ്വാസ് ആളുകളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. കുളിക്കുന്ന വിഷയത്തിൽ പിശാചുക്കൾ വസ്വാസ് ഉണ്ടാക്കും. ഒരു ടാങ്ക് വെള്ളമെടുത്ത് കുളിച്ചാലും ഓന് കുളി ശരിയാവുന്നില്ല. 10 തവണ ഒന്നുമെടുത്താലും ഒന്നു ശരിയാവുന്നില്ല. ഇതിങ്ങനെ ഒന്നിൽ ഉറച്ചു നിന്ന് എനിക്കെന്റെ റബ്ബനോട് നീതിമാനാണെന്നും എന്റെ റബ്ബ് ഒരിക്കലും അന്യായം ചെയ്യില്ലെന്നുമുള്ള വിശ്വാസത്തോടെ ചെയ്ത ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവൻ അള്ള മാപ്പ് കൊടുക്കും. അല്ലാതെ ആവശ്യമില്ലാതെ ചിന്തിച്ച് വസ്വാസ് കൂടി അവൻ ഏതെങ്കിലും അനർത്ഥത്തിലേക്ക് പോയാൽ അവർക്കോട് ഒരിക്കലും റബ്ബിന് കാരുണ്യം ഉണ്ടാവുകയില്ലെന്നും ഈ ഹദീസിന്റെ നിർവചനത്തിൽ ഉലമാക്കൾ രേഖപ്പെടുത്തി തന്നു. അഥവാ എന്തെങ്കിലും ഒരു വസ്വാസ് മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ അവര് ചെയ്യേണ്ട ചില കാര്യങ്ങൾ: ഒന്ന്, പിശാചിൽ നിന്നും ശരണം തേടിക്കൊണ്ടിരിക്കണം. ഏത് കാര്യം നമ്മളെ മനസ്സ് പിടിവിട്ടിട്ടുണ്ടോ അവിടെ നമ്മൾ ഉടനെ ചോദിച്ചു തുടങ്ങണം, അല്ലാഹുവേ നിന്നിലാണ് എന്റെ ശരണം. ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ, അതിര് കടന്ന ഏത് ചിന്തയിലേക്കും നിങ്ങളെ കൊണ്ടുപോകുന്നത് പിശാച. ഒരിക്കലും റബ്ബ് നിങ്ങളെ മോശപ്പെട്ടൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകില്ല. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നവനാ, അവന്റെ മലക്കുകളിലൂടെ നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യുന്നവനാ. മോശപ്പെട്ട ഏതൊരു ചിന്തയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ, ഒരു സിനിമ കാണണം, ഒരു പെണ്ണിനെ കാണണം, ഒന്ന് അവിടെ പോണം, ഒന്ന് വ്യഭിചരിക്കണം, ഒന്ന് ഹായിടണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ, നിങ്ങളെ ശത്രുവായി പിശാച് നിങ്ങളെ മനസ്സിൽ അഭയം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഫത്തഖിദൂഹു അദുവ്വ, ശത്രുവായിട്ട് നിങ്ങളും അവനെ കാണണം. ഇന്നമാ യദഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ കയറിക്കൂടിയ പിശാച് ഏറ്റവും നിന്ദ്യകരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചു കളയും. ദുനിയാവിലും കളയും, ആഖിറത്തിലും അവൻ നിങ്ങളെ നശിപ്പിച്ചു കളയുന്ന, നിങ്ങളെ നരകാവകാശിയാക്കി മാറ്റും. അതുകൊണ്ട് റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തി, എന്തൊരു അതിരുകടന്ന ചിന്തയിലേക്ക് വന്നാലും അഊദു ബില്ലാഹ്, പടച്ചോനെ എന്നിൽ ശരണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലാഹുവേ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു റബ്ബേ. ആ ചരിത്രത്തിന്റെ നിർവചനത്തിൽ രേഖപ്പെടുത്തി, ഒരു കുഞ്ഞ് ഭയപ്പെട്ടൊരു മൃഗത്തെ കണ്ട് തിരിച്ചോടി മാതാവിന്റെ 2 കാലിന്റെ ഇടയിൽ വന്ന് കാൽഭാഗം കെട്ടിപ്പിടിച്ച് അണച്ചുകൂട്ടി ആ മുഖം ഉമ്മയുടെ കാലിൽ മുഖം മറച്ചിരിക്കുന്ന ഒരു നിപ്പുണ്ടല്ലോ, ആ മനസ്സായിരിക്കണം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്ന സമയത്ത് ഒരു പിശാചിൽ നിന്നും നമ്മളെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഭയം അഥവാ ചിന്ത, ഒരിക്കലും ശൈത്താന്റെ വഴിയിലേക്ക് ഞാനില്ല എന്നൊരു ചിന്ത. രണ്ടാമതായി, വസ്വാസ് മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ നിരന്തരം ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഖുൽ, നബിയെ അവരോട് പറയണം, അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്താന്റെ മക്കൾ മനസ്സിൽ കയറിക്കൂടി ഞങ്ങളെ പിഴവിലാക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ റബ്ബേ എന്ന്. ഇവിടെ എന്തിനാ മനുഷ്യരിൽപ്പെട്ടവൻ പിശാച് വർഗത്തിൽപ്പെട്ടവനും മനുഷ്യരിൽപ്പെട്ടവനും ഉണ്ട് എന്ന് രേഖപ്പെടുത്താനുള്ള കാരണം, ചിലർക്ക് വസ്വാസ് ഉള്ളിലല്ല ഉണ്ടാവുക, പുറത്ത് ചിലരിങ്ങനെ ചോണ്ടിക്കൊണ്ടിരിക്കും, ഇണ്ട് ഞാനുണ്ട്, ഈ പോരാണെ ഞാനുണ്ട്, ഉണ്ടെങ്കിൽ ഞാനും ഒപ്പരുണ്ടാവും എന്ന് പ്രേരണ നൽകുന്ന
ആ പിശാചുക്കളിൽ നിന്നും നിങ്ങൾ ശരണം തേടിക്കൊണ്ടിരിക്കണം. മൂന്നാമതായി, ഹൃദയത്തെ നല്ല ചിന്തകളിലൂടെ റബ്ബ് തന്ന നിഅമത്തുകൾ ഓർത്ത് ആ നിഅമത്തുകൾ ആലോചിച്ച് നല്ല ചിന്തകളിലൂടെ മനസ്സിനെ പാകപ്പെടുത്തണം. അവിടെയാ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് ലഇൻ ശകർതും ലഅസീദന്നകും, തീർച്ചയായും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനത് വർദ്ധിപ്പിച്ചു തരും. അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഈ ഒരു വാക്കിനെ തെറ്റിദ്ധരിച്ചവരുണ്ട് മുസ്ലിം സമൂഹത്തിൽ കൂടുതലും. ഒരു പ്രഭാഷകൻ പറഞ്ഞതിന്റെ പേരിൽ ലഇൻ ശകർതും ലഅസീദന്നകും എന്ന ആയത്ത് എഴുതി വെക്കേണ്ടത് നാട്ടുകാരെ കാണിക്കാനല്ല, പിൻഭാഗത്തല്ല. എനിക്കെന്റെ റബ്ബ് തന്ന നിഅമത്തിന്റെ മുൻപിൽ ഇതെന്റെ റബ്ബ് എനിക്ക് തന്നതാണ് എന്ന് എഴുതി വെക്കണം. എഴുതി വെക്കാൻ നിർബന്ധിതാവസ്ഥയിലുമല്ല. അങ്ങനെ എഴുതി വെക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. പല്ലികൾക്ക് മുട്ടയിടാനും അതല്ലെങ്കിൽ ചലന്തികൾക്ക് മാറാല കെട്ടാനും മറ്റേതെങ്കിലും അനാദരവും അതവുമില്ലാത്ത നിലക്ക് നിങ്ങൾ ആ ആയത്തിനെ അള്ളാഹുവിന്റെ മുൻപിൽ ശൈത്താനുകൾക്ക് പരിഹസിക്കാൻ വിട്ടുകൊടുക്കരുത് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അഥവാ ഒരു വാക്കിന്റെ പേരിൽ സർവ്വ കാറിന്റെ പിന്നിലും ബസിന്റെ പിന്നിലും ലൈൻ ശകർത്തും ലഅസീദന്നകും, കാക്കക്ക് കാഷ്ടിക്കാൻ, പൊടി പൊളരാൻ, അതല്ലെങ്കിൽ അതുമായിട്ട് സിനിമാ ഹാളിൽ പാർക്കിംഗ് കൊണ്ടുവച്ചിടാൻ, അതിനല്ല ഈ പറഞ്ഞ ഉദ്ദേശം. മറിച്ച് ഏത് നിഅമത്ത് കിട്ടുന്ന സമയത്തും നമ്മളെ മനസ്സിലങ്ങ് ആലോചിച്ചേക്കണം, ലഇൻ, തീർച്ചയായും പടച്ചോനെ എനിക്ക് നിന്നി തന്ന നിഅമത്ത് നീ വിചാരിച്ചാൽ എടുക്കാൻ പറ്റും, അതെനിക്ക് ദീർഘിപ്പിച്ചു തരാനും പറ്റും. ആ ഒരു മനസ്സുണ്ടാവണം എന്നേ ആ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. കാണുന്ന സർവ്വഭാഗത്തും നാട്ടുകാരെ കാണിക്കാൻ എഴുതി വെച്ച് ഇതെനിക്കിഞ്ച പടച്ചോൻ തന്നതാ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനല്ല, അള്ളാഹുവിന്റെ മുൻപിൽ വിനീത വിധേയരായി പടച്ചോനോട് പറയണം നിന്റെ നന്മയുള്ള ചിന്തകളെ കൊണ്ട് മനസ്സിനെ പാകപ്പെടുത്താൻ. ഇതൊക്കെ മനസ്സിലുണ്ടാകുമ്പോ ആ മനസ്സ് തീർച്ചയായും അള്ളാന്റെ ബർക്കത്ത് നിറയും, റഹ്മത്ത് നിറയും, അള്ളാഹുവിന്റെ കാവലുണ്ടാകും. അതിനു പകരം വേണ്ടതും വേണ്ടാത്തതും ചിന്തിച്ചുകൂട്ടി എന്ത് ചെയ്താലും വസ്വാസ് ഉണ്ടാക്കി, ഏത് നല്ല കാര്യത്തിനും കുത്തിത്തിരിപ്പുണ്ടാക്കി, ആരെന്തു പറഞ്ഞാലും കേൾക്കാതെ അതൊക്കെ ഒരു ദീനായി കൊണ്ടടക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ യാത്ര പിശാച് പേപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അവിടെ നിന്ന് ശൈത്താനിൽ നിന്ന് കാവല് ചോദിച്ച് റബ്ബിന്റെ വഴിയിലേക്ക് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹൃദയശക്തിയോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അമിതമായ ചിന്തകളിലൂടെ മനുഷ്യൻ കടന്നുപോകുമ്പോൾ ചില ആളുകളെയെങ്കിലും മാനസികമായി അത് തകർക്കുകയും അവനൊരു വലിയ മാനസിക രോഗിയായി മാറുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ചതും നിങ്ങൾ ഒരിക്കലും കസറത്തു സുആൽ, അനാവശ്യമായ ചോദ്യങ്ങൾക്ക് പിന്നാലെ ചോദിച്ചു പോകരുത്. ആവശ്യമില്ലാത്ത ചിന്തകൾക്ക് പിന്നാലെ നിങ്ങൾ ഓടരുത്. നിങ്ങളൊരു നല്ല മനുഷ്യനാവണം, നല്ലൊരു വിശ്വാസിയാവണം. ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കും സ്വന്തത്തിനും ഒരു വെളിച്ചമാകണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് അള്ളാഹുവിന്റെ ദീന് ഏറെ മതിയാകുന്നതാണ്. കാരണം അള്ളാഹുവിന്റെ ദീനിൽ ഒരു മനുഷ്യനെ മൃഗമാക്കുന്നതൊന്നുമില്ല. അള്ളാഹുവിന്റെ ദീനിൽ ഒരു മനുഷ്യനെ തോന്നിവാസിയാക്കുന്നതൊന്നുമില്ല. ചൂഷണം ചെയ്യപ്പെടുന്നതോ മറ്റൊരാളെ ചൂഷണം ചെയ്യേണ്ടതോ ജീവിതം വെറുതെ കുടിച്ചും രമിച്ചും ആസ്വദിച്ചും തീർക്കേണ്ടതോ ഇത് പരിചയപ്പെടുത്തലൊന്നും അള്ളാഹുവിന്റെ മതത്തിലില്ല. റബ്ബ് പഠിപ്പിച്ചത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആരോഗ്യപരമായ കാര്യത്തിൽ പോലും ഇസ്ലാം കൃത്യമായൊരു നിർദ്ദേശം വെച്ചു, നിങ്ങൾ 1/3 ഭക്ഷിക്കാവൂ. ആ ഭക്ഷണ രീതി നമ്മൾ കൃത്യമായി പാലിച്ചിരുന്നെങ്കിൽ നമ്മളിൽ ഒരാൾക്കും
ഒരു പക്ഷേ ഇന്ന് നേരിടുന്ന പല അസുഖങ്ങളും അനുഭവിക്കേണ്ടിയും വരില്ലായിരുന്നു. അതിനർത്ഥം ഒരു മതം ഒരിക്കലും ഒരു മനുഷ്യനെ തകർക്കാനല്ല, ആ മനുഷ്യനെ ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ആ വെളിച്ചം ഊതിക്കെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിരീശ്വരവാദ, യുക്തിവാദ, ലിബറൽ വാദികളായ പ്രസ്ഥാനക്കാര്. അതുകൊണ്ട് തന്നെ അത്തരക്കാരിൽ നിന്ന് നമ്മളെ മക്കളെയും സമൂഹത്തെയും കാത്തുരക്ഷിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, അങ്ങനെ മാനസിക വൈകല്യം ബാധിച്ച് ഭ്രാന്തമായ അവസ്ഥയിലൂടെ ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. രാവോ പകല് മാറി വരുന്നത് അറിയാത്തവര്, ഭക്ഷണം വേണമെന്ന് സംസാരിക്കാൻ പറ്റാത്തവര്, ജടയും മുടിയും വളർന്ന് ശരീരത്തിലേക്ക് മലിനമായ അങ്ങേയറ്റം ദുർഗന്ധം വമിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുന്നവര്, കുഷ്ഠരോഗികളായിട്ടും അല്ലാതെയും മാറിക്കൊണ്ടിരിക്കുന്നവര്, ഇവരെയൊക്കെ സംരക്ഷിക്കാൻ പല കുടുംബത്തിലും പലർക്കും സാധിക്കാറില്ല. കാരണം ഭ്രാന്തൻ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്നതോടുകൂടി ആ കുടുംബക്കാർക്ക് പിന്നീട് അതൊരു വെറുപ്പായി മാറുന്നു. അവൻ ധരിക്കുന്ന വസ്ത്രം ദിവസം 5-6 തവണ മാറ്റേണ്ടി വരുന്നു. വിസർജ്യം വാരി ശരീരത്തിന്റെ പല ഭാഗത്തും പുരട്ടുന്നു. പിന്നീട് എളുപ്പം ആളുകൾ കണ്ടെത്തുന്നത് അത്തരക്കാരെ സഹായിക്കുന്ന സ്ഥാപനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 100 കണക്കിന് ഇത്തരത്തിലുള്ള രോഗികളെ സഹായിക്കുന്ന ഒരു സ്ഥാപനം ഇന്ന് ഈ പള്ളിയിൽ ഒരു സഹായം ചോദിച്ചെത്തിയിട്ടുണ്ട്. 100 കണക്കിന് ബുദ്ധിമാന്ദ്യം സംഭവിച്ചവര്, ഓട്ടിസം ബാധിച്ചവര്, കുഷ്ഠരോഗികളായ ആളുകള്, നിരവധി പ്രയാസപ്പെടുന്ന വ്യക്തികള്, ശരീരത്തിലേക്കുള്ള വസ്ത്രം 5-6 തവണ മാറ്റേണ്ടി വരുമ്പോ ഇന്നവരാഗ്രഹിക്കുന്നത് ഒരു വാഷിംഗ് മെഷീൻ കൊണ്ട് അലക്കാൻ പറ്റാവുന്ന അത്ര സാധ്യമാകാത്തത് കൊണ്ട് വലിയൊരു ലൗണ്ടറിയിൽ മുഴുവൻ വസ്ത്രങ്ങൾ ഒരുമിച്ച് അലക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു സംവിധാനം അവര് മുന്നിൽ ലക്ഷ്യം വെക്കുകയും അതിനൊരു സഹായം ചോദിച്ച് ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സാധിക്കുന്ന ആളുകള് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒന്ന് മുൻപോട്ട് വന്ന് സാധ്യമാകുന്ന സഹായം ചെയ്തു കൊടുക്കണം എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും നമുക്ക് നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും സമാധാനവും സന്തോഷവും നൽകി അള്ളാഹു കാരുണ്യം കാണിക്കുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാ പാപങ്ങളും പുറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവെ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബെ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാഥ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും മാനസിക പ്രയാസത്തിലും ജീവിക്കുന്നവര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റബ്ബെ. എല്ലാം നല്ല നിലക്കായി ആഫിയത്തോടെ, ദീർഘായുസോടെ, ഇസ്സത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ നാഥ. മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും കബറിടം നീ വിശാലമാക്കുകയും ആ സ്വർഗ കവാടം കൊണ്ട് ഖബറിനെ നീ ധന്യമാക്കി കൊടുക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. ഏറെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉസ്മാൻ കോയ സാഹിബ് അടക്കം നിന്റെ വിളിക്കുത്തരം നൽകി നിന്നിലേക്ക് മടങ്ങിയിട്ടുണ്ട് നാഥ. കബറിടം വിശാലമാക്കി കൊടുക്കുകയും പാപങ്ങളെല്ലാം പുറത്ത് നിന്റെ സ്വർഗത്തിൽ, ഈ ഒരുമിച്ച് കൂടിയതിനേക്കാൾ മനോഹരമായി നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ. കടബാധ്യതയിൽപ്പെട്ട് മനസ്സ് വേദനിക്കുന്നവരുണ്ട്, സാമ്പത്തിക രംഗത്ത് തിന്മകളിൽ പെട്ടുപോയവരുണ്ട്, ഹറാമ് പോലെയുള്ള ലോണ് പോലെയുള്ള സംവിധാനത്തിൽ പെട്ടുപോയവരുണ്ട്. എല്ലാം മാറി ഹലാലായൊരു സമ്പാദ്യത്തോടെ എല്ലാ ബാധ്യതകളും തീർത്തു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ നാഥ. ഗസയിലടക്കം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളും എളുപ്പം മാറ്റി ശാന്തിയും സമാധാനവും നൽകി ഓരോ രാജ്യത്തോടും നീ കാരുണ്യം കാണിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.